എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അത് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഓൾറെഡി അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പുതിയ ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ജൂലൈ 2-ാം തീയതി അതായത് നാളെ മുതൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാവുന്നതും അപേക്ഷയിൽ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാവുന്നതുമാണ്. ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അപേക്ഷയിലുള്ള തെറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരുത്താനുള്ള സൗകര്യം ലഭ്യമായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റുകൾ അതുപോലെ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജ് കോഴ്സുകൾ എന്നിവയൊക്കെ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നൽകാൻ ശ്രദ്ധിക്കുക. കാരണം ചില സമയത്ത് വൺ ടൈം എഡിറ്റിംഗ് സൗകര്യമായിരിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം തവണ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ചിലപ്പോൾ ലഭ്യമാകുന്നതല്ല. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റുകളോ മറ്റോ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സുകൾ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 20 ഓപ്ഷനാണ് മാക്സിമം നൽകാൻ സാധിക്കുക. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏത് കോളേജും കോഴ്സും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി ബേസ് അനുസരിച്ച് വേണം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാനായിട്ട്. താല്പര്യമില്ലാത്ത കോളേജോ കോഴ്സുകളോ ഓപ്ഷൻ ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടതില്ല. കാരണം അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നത്? നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നിട്ട് കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ എങ്ങനെയാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം admissions.keralauniversity.ac.in/FYUGP2026/index.php എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ മുതൽ അതായത് ജൂലൈ 2-ാം തീയതി മുതൽ നിങ്ങൾക്കിവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ഉണ്ടാകും. നിലവിൽ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരാത്തതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് വരുന്ന ടൈമിൽ ആദ്യഘട്ടത്തിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ന്യൂ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ ചോദിക്കും. അത് കൃത്യമായിട്ട് നൽകിയ ശേഷം അത് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുമ്പോൾ അപ്ലിക്കൻ ലോഗിൻ എന്ന് പറയാം. അപ്പോൾ ആ ഒരു അപ്ലിക്കൻ ലോഗിൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഫീസ് ഉണ്ടാവും. ഫീസ് ഏകദേശം വരുന്നത് ഫീസ് ഒരു 600 രൂപയാണെന്നാണ് തോന്നുന്നത്. ഇത്രയാണ് വരുന്നത് എന്നുള്ള ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു ഫീസ് ഏകദേശം 600 ആണോ 800 ആണോ ഓർമ്മയില്ല. അപ്പോൾ അതിനനുസരിച്ച് ഫീസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ എത്രയാണോ വരുന്നത്, ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നവരാണെങ്കിൽ ഫീസ് അടക്കണം. അതേസമയം നിങ്ങൾ മുൻപ് അപേക്ഷിച്ചവരാണെങ്കിൽ വീണ്ടും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഫീസ് വല്ലതും അടക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. നിലവിൽ അങ്ങനെ ഫീസ് ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം മറ്റ് യൂണിവേഴ്സിറ്റിയൊന്നും പ്രത്യേകിച്ച് പിന്നീട് ഓപ്ഷൻ എഡിറ്റിങ്ങിന് ഫീസൊന്നും വേറെ വാങ്ങിക്കുന്നൊന്നുമില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഓപ്ഷൻസ് നൽകുന്നതായിട്ട് 200 രൂപ വാങ്ങിക്കുന്നുണ്ട്, അതായത് ഫീസ് ഇനത്തിൽ വാങ്ങിക്കുന്നുണ്ട്. എന്നാൽ കേരള യൂണിവേഴ്സിറ്റി അങ്ങനെ ഓപ്ഷൻ എഡിറ്റ് ചെയ്യാൻ ഫീസ് വാങ്ങിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആദ്യം ന്യൂ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പുതുതായിട്ട് അപേക്ഷിക്കുന്നവരാണെങ്കിൽ പുതുതായിട്ട് അപേക്ഷിക്കുക. ഓൾറെഡി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതുവരെ അപേക്ഷിക്കാത്തവർ സാധാരണ അപേക്ഷിക്കുന്നത് പോലെ തന്നെ ന്യൂ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു ആപ്ലിക്കൻ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതും പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ അപ്ലൈ ഫോർ തേർഡ് അലോട്ട്മെൻറ്റ് ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതും ആയിരിക്കും. ഇനി അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സിൽ വേക്കൻസി ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ കേരള യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് നൽകാവുന്നതുമാണ്. ഇനി ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച് ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ അതുപോലെ അതായത് അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ അപേക്ഷിച്ചിട്ടും ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത
വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടി എന്നാൽ പിന്നീട് കോളേജിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ എന്നിവർക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ അതായത് ഓപ്ഷൻസ് പുതുക്കി നൽകാവുന്നതാണ്. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് പുതുക്കിയിട്ടില്ല എങ്കിൽ കൂടി അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. എന്നാൽ നിങ്ങൾ പുതുതായിട്ട് ഏതെങ്കിലും ഓപ്ഷൻ നൽകാൻ ശ്രമിക്കുകയാണെങ്കിൽ പുതുതായിട്ട് നൽകുന്ന ഓപ്ഷൻ മാത്രമേ പരിഗണിക്കുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻസ് ഇതുവരെ ഓൾറെഡി അപേക്ഷിച്ച വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് പറയാം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആപ്ലിക്കൻ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് അതായത് അവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കാണ്ടാവും. അതായത് ക്യാപ് ID എന്ന് പറയുന്നതാണ് ആപ്ലിക്കേഷൻ നമ്പർ. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് ഒരു അപ്ലൈ ഫോർ തേർഡ് അലോട്ട്മെൻറ്റ് ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു അതായത് ക്ലിക്ക് ഹിയർ ടു എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നായിരിക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ലിങ്ക് ഉണ്ടാവുക. കാരണം ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ ഒരു എഡിറ്റിംഗ് ടൈമിലുള്ളത്. അതുപോലെ ഓപ്ഷൻസ് നൽകാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉൾപ്പെടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസിൽ ചില ഡീറ്റെയിൽസ് അത് ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവ ഒഴികെയുള്ള ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ഉൾപ്പെടെ ആ ഒരു ഡീറ്റെയിൽസ് ഒഴികെയുള്ള ബാക്കി ഏത് ഡീറ്റെയിൽസ് ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഒഴികെയുള്ള ഏത് ഡീറ്റെയിൽസും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡീറ്റെയിൽസും എല്ലാ ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് പിന്നീട് നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സുകളൊക്കെ ഓപ്ഷൻസ് ആയിട്ട് നൽകേണ്ടതും അതിനുശേഷം വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് കൺഫർമേഷൻ ചെയ്യേണ്ടതുമാണ്. അതായത് പ്രിവ്യൂ പേജ് നോക്കിയ ശേഷം എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തിരുത്തിയതിന് ശേഷം മാത്രം ഫൈനലായിട്ട് കൺഫർമേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിലവിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമായിരുന്നു ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം എനിക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് മതി, അപ്പോൾ അങ്ങനെയെങ്കിൽ ഹയർ ഓപ്ഷൻ എന്നെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കേണ്ട, അപ്പോൾ ഞാൻ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്കില്ല. ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പ്രത്യേകിച്ച് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ അതായത് നിലവിൽ ഇപ്പോൾ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥി തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയെ തേർഡ് അലോട്ട്മെൻറ്റിൽ യാതൊരു കാരണവശാലും പരിഗണിക്കില്ല. അതിനാൽ തന്നെ നിലവിൽ നിങ്ങൾക്ക് കിട്ടിയുള്ള ആ ഒരു സീറ്റ് നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടതില്ല. ഓപ്ഷൻ കൺഫർമേഷൻ നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ള ഓപ്ഷനുകളെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. അതുപോലെ തന്നെ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്നവർക്ക് ഏതെങ്കിലും കോളേജ് കോഴ്സുകൾ പുതുതായിട്ട് ആഡ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായിരിക്കും. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയെന്ന് വിചാരിക്കാം. അങ്ങനെ അഡ്മിഷൻ നേടിയ ശേഷം നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ഓപ്ഷൻസ് പുതുതായിട്ട് നൽകുകയോ അതല്ലെങ്കിൽ നിങ്ങൾ നിലവിലുള്ള ഹയർ ഓപ്ഷൻസ് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുകയോ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജ് നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ നേടിയ സീറ്റ് പോകുന്നതും പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതിനാൽ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന നിലവിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥി കോളേജ് കോഴ്സ് മാറേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫർമേഷൻ നടത്തേണ്ടതില്ല. അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻസ് നൽകേണ്ട ആവശ്യമില്ല. തേർഡ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജ് കോഴ്സ് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന കോളേജ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു എല്ലാവിധ ഓപ്ഷൻസും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. എന്നാൽ നിങ്ങളുടെ ഓപ്ഷൻസിൽ വല്ല എഡിറ്റും ചെയ്ത് പുതിയ ഏതെങ്കിലും ഓപ്ഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ പുതിയ ഓപ്ഷൻസ് മാത്രമേ പരിഗണിക്കുള്ളൂ. അതിനാൽ തന്നെ ഏതെങ്കിലും കോളേജ് കോഴ്സ് ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ മറ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ കോളേജും അതായത് 20 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സുകളൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ആ ഒരു മറ്റ് ഓപ്ഷൻസ് നിലവിൽ എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് പരിഗണിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ പുതുതായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സ് നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും കോളേജിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു നിശ്ചിത ഫീസ് ചിലപ്പോൾ ഫീസ് അടക്കാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു ഫീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകാവുന്നതും അതുപോലെ തന്നെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്നുള്ള കോളേജ് കോഴ്സുകളായിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് നൽകേണ്ടത്. അതിനനുസരിച്ച് വേണം പ്രയോറിറ്റി നൽകാനായിട്ട്. അല്ലാതെ എനിക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനാണ് എനിക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമെന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷൻസ് ഒന്നാമതായിട്ട് വെച്ചിട്ട് വേണം ആ ഒരു രീതിയിൽ കണ്ടിന്യൂഷനായിട്ട്
നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ആയിരിക്കണം ഓപ്ഷൻസ് നൽകേണ്ടത്. അല്ല താല്പര്യമില്ലാത്ത കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കാൻ പാടുള്ളതല്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്തവർക്കും അതുപോലെ തന്നെ കോളേജിൽ ജോയിൻ ചെയ്യാത്തവർക്കും ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യേണ്ടവർക്ക് അപേക്ഷ എഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.